ഇപ്പോൾ ചില ആളുകൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ കോച്ചിന് അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കഴിച്ചു കൊടുക്കും. ഇവിടെ മനസ്സിലാക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കഴിക്കാം, ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന് കാലറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു പഠിപ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കണം, നല്ലത് തന്നെ. അത് കാരണം നമ്മൾ എത്ര കഴിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ കഴിച്ചാലാണ് വെയിറ്റ് കുറയുന്നത്, എന്തൊക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. ഇത് മനസ്സിലാക്കുന്നതിനാണ് ഏറ്റവും വലിയ കാര്യം. ഒന്ന്, ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കാനായിട്ട് അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ചില ആളുകൾക്ക് സദ്യക്ക് പോകും, അവിടെ എല്ലാ ഫുഡുകളും ഉണ്ടാവും. പായസം ഉണ്ടാവും, പപ്പടം ഉണ്ടാവും, പായസം ഒരു 3-4 തരം ഉണ്ടാവും, കറികളും ചോറും ഉണ്ടാവും. അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കണം, അതുപോലെ നോൺ കഴിക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഇത് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ എന്നിട്ട് പറയും ഞാൻ ഡയറ്റാന്ന് പറയും. അപ്പോൾ നമ്മുടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര വിഷമവും, കാരണം ആ ഡയറ്റാന്ന് പറഞ്ഞിട്ടൊന്നും കഴിക്കണില്ല. ഞാൻ പറഞ്ഞു, ഈ ഏത് സദ്യയിലായാലും എവിടെ പോയാലും ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. നമ്മുടെ ബോഡിക്ക് വേണ്ടത് കഴിക്കാൻ പഠിച്ചാൽ മതി. ഇത് വളരെ സിമ്പിളാണ്. ഇത് പഠിപ്പിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വിഷയമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഏത് മേഖലയിലുള്ള ആളുകൾക്കും, ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റിനും അതുപോലെ തന്നെ എയർ ഹോസ്റ്റസിന് വരെ നമുക്ക് കോച്ചിങ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ കോച്ചിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ട് ഭക്ഷണ രീതികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവണമെന്ന് മാത്രം. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്.